നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെയും മറ്റന്നാളും കൂടി കഴിഞ്ഞാൽ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകും. ഇവിടെ അൻവർ വലിയ തോതിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അൻവറിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അൻവർ ചുറ്റും തൻ്റെ ദേഹത്ത് ചുറ്റും കുന്തം കെട്ടിവെച്ച് എല്ലാവരോടും ഒരേ സമയം യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ യുദ്ധത്തിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിണറായിസത്തിനെതിരെ തുടങ്ങിയതാണ് അൻവറിൻ്റെ യുദ്ധം. എന്നിട്ട് പിണറായിസത്തിനെതിരെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ അൻവർ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് താൻ കാരണമാണ് വന്യജീവി പ്രശ്നം കേരളത്തിൽ ചർച്ചയാകുന്നതെന്നാണ്. അതായത് അവിടെ അൻവർ രാജിവെച്ച് ഇലക്ഷന് സാഹചര്യം ഒരുക്കിയത് കൊണ്ട് മാത്രമാണ് വന്യജീവി പ്രശ്നം ചർച്ചയാവുന്നത്. അല്ലാതെ ആളുകൾ മരിക്കുമ്പോൾ വാർത്ത വന്നതുകൊണ്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് കൊണ്ടോ വന്യജീവി ആക്രമണത്തിൽ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴോ ഇല്ലെങ്കിൽ കൃഷി നശിക്കുമ്പോഴോ തങ്ങളുടെ വീടും വസ്തുവുമൊക്കെ ഇല്ലാതാവുമ്പോഴോ ഒന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല. അൻവർ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ മാത്രമാണ്, അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചർച്ചയാവുന്നതെന്നാണ് അൻവറിൻ്റെ വ്യംഗ്യം. അതുപോലെ തന്നെ പിണറായി വിജയനും ജനങ്ങളും തമ്മിലാണ് നിലമ്പൂരിൽ ഏറ്റുമുട്ടുന്നതെന്ന് അൻവർ പറയുന്നു. ജനങ്ങൾക്കൊരു താല്പര്യവുമില്ല മാഷേ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്. 8 മാസത്തേക്കൊരു MLA തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് അവർ? അതുപോലെ പറയുന്ന മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനും അരിയടം ഷൗക്കത്തും ഒക്കെ തുല്യമാണ്, അവർക്കൊന്നും പിണറായി വിജയനെ എതിർക്കാനുള്ള ശേഷിയില്ല എന്ന് അൻവർ പറയുന്നുണ്ട്. ഷൗക്കത്തിനെതിരെയും അൻവർ തുറന്നടിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റപ്പെട്ട് പോരാടരുത് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി VD സതീശൻ തന്നെ ചതിച്ചുവെന്നും ഒരു ചതിയനായിട്ട് അൻവർ VD സതീശനെ ചിത്രീകരിക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് പിണറായി വിജയനേക്കാൾ ഒരു വിഭാഗം ആളുകൾ ഷൗക്കത്തിനെ വെറുക്കുന്നുണ്ട് എന്നാണ് അൻവറിൻ്റെ ഭാഷ്യം. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ആര്യാടൻ ഷൗക്കത്തിനെതിരെ മുസ്ലിം മതവികാരത്തെ ഇളക്കിവിടാനായിട്ട് അൻവർ ആദ്യം തൊട്ടേ ശ്രമിക്കുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ഈ പറയുന്ന പാഠമൊന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമ എടുത്ത ആളാണ്. എന്താണ് പാഠമൊന്ന് വിലാപം ചർച്ച ചെയ്യുന്നത്? അതായത് ബാല്യവിവാഹം, ചെറുപ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വലിയ പ്രായ വ്യത്യാസമുള്ള ആളിനൊപ്പം വിവാഹം കഴിച്ചയക്കുന്ന ഇസ്ലാമിലെ പിന്നാക്കം നിൽക്കുന്ന ചില ആൾക്കാരുടെ മനസ്ഥിതി ഇല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന ഒരു നേതാവ് ഇല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ നിർമ്മിച്ച ചിത്രം, ആ ചിത്രത്തിനെയാണ് അൻവർ വിമർശിക്കുന്നത്. അതായത് ഇസ്ലാമിക സമൂഹം എന്നും ഇങ്ങനെ നാലും കെട്ടി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് അവരെയൊക്കെ വിദ്യാഭ്യാസം നേടാതെ ഇത്തരത്തിൽ നശിച്ചു പോകട്ടെ, ഒരു നവോത്ഥാനവും ഇസ്ലാമിൽ ഉണ്ടാകണ്ട എന്നാണ് അൻവർ പറയുന്നത്. അല്ലാതെ അൻവറിന് ഇസ്ലാമിനോടോ മുസ്ലിങ്ങളോടോ പ്രത്യേകിച്ച് സ്നേഹമുണ്ട് എന്ന് ഇതിൽ നിന്ന് കണക്കാക്കാൻ കഴിയില്ല. ഇസ്ലാം മതത്തിനോടും മുസ്ലിങ്ങളോടും തന്ന സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അവരുടെ പുരോഗതിയാണ് ആദ്യം കാക്ഷിക്കേണ്ടത്. അത് ആര്യാടൻ ഷൗക്കത്തിനുണ്ട്. അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ഇത്തരത്തിൽ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ട് പുരോഗമനപരമായി ചിന്തിച്ചത്. അത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു നീക്കമായി പറയുകയാണെങ്കിൽ അത് മതത്തെ കണ്ണുമൂടി കുഴിയിൽ തള്ളാനുള്ള ഇല്ലെങ്കിൽ ആ മതസമൂഹത്തിലെ ജനങ്ങളെ കുഴിയിൽ തള്ളാനുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. സ്വരാജിനെ പിന്തുണച്ചെത്തിയ സാഹിത്യകാരന്മാർക്കെതിരെയും അൻവർ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാഹിത്യകാരന്മാർക്കൊന്നും ഇവിടെ വോട്ടില്ല, ഇവർ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ വരുമ്പോഴൊന്നും ഇവർ പ്രതികരിച്ചിട്ടില്ല, വന്യജീവി ആക്രമണത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അൻവറിൻ്റെ വിമർശനം ഈ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേസമയം VD സതീശനെതിരെ CPMൻ്റെ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. റഹീമൊക്കെ ഈ പറയുന്ന VD സതീശനെതിരെ വിമർശിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള ബന്ധമുണ്ടെന്നും അവർ ഈ പറയുന്ന തുറന്ന ബന്ധത്തിലേക്ക് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പോകുന്നുവെന്നും VD സതീശൻ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അവരെ ഒപ്പം കൂട്ടാനാണെന്നും ഒക്കെയുള്ള വിമർശനം റഹീം അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്നു. നിലമ്പൂരിൽ മതം കത്തിപ്പിടിക്കുകയാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലയായ നിലമ്പൂരിൽ അതിനെ വെച്ച് ചർച്ച ചെയ്യുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഇവർ ചർച്ച ചെയ്യുന്നത് ഈ കാര്യങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമി, ബാല്യവിവാഹം, ആര്യാടൻ ഷൗക്കത്തിൻ്റെ സിനിമ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങൾ, ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നം അവിടെ ചർച്ചയാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 8 മാസത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു, ഒരു പ്രസക്തിയുമില്ലാത്ത തെരഞ്ഞെടുപ്പ്. കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഈ പറയുന്ന 8 മാസം കൊണ്ട് കഴിയുമോ എന്നുള്ളത്
ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ MLA കൊണ്ട് എന്താണ് നിലമ്പൂരിന് പ്രയോജനം ഉണ്ടാവുക എന്നുള്ളത് പോലും വളരെ ഒരു പ്രശ്നാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഏത് വിധത്തിലാകണം രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളതിനെ കുറച്ച് പക്വതയോടുകൂടി സമീപിച്ചാൽ അവരെല്ലാം തന്നെ ഒന്നിച്ച് ഒരു തീരുമാനമെടുത്ത് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് വേണ്ടിയിരുന്നത്. ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേണ്ട, 8 മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലോ, പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കൂടി ആവശ്യമില്ലായിരുന്നു. അനാവശ്യ ചർച്ചകളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയുടെ യാതൊരു പ്രാധാന്യവും നിലമ്പൂരിൽ ഉണ്ടാകാനുള്ള ഇടയില്ല. 8 മാസം കഴിയുമ്പോഴത്തേക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അതിനു മുൻപ് തന്നെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടെ ചർച്ച ചെയ്യാനുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സമയവും ഊർജ്ജവും പണവും എല്ലാം തന്നെ പാഴാകുന്ന ഒരു കാര്യമാണ് നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രസക്തി ആ സമുദായത്തിന് മേൽ ഒരു നവോത്ഥാന മുന്നേറ്റം നടത്താൻ ശ്രമം നടത്തിയ ആളെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ഇനി അൻവറിൻ്റെ പ്രസക്തി എന്താണ്? അൻവറിന് പ്രത്യേകിച്ച് പ്രസക്തി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ പറയുന്ന ജനങ്ങൾ കഴിഞ്ഞ 2 തവണയും വിജയിപ്പിച്ചത് CPMൻ്റെ ബാനറിലാണെങ്കിൽ ഇത്തവണ അൻവറിന് പ്രസക്തി ഉണ്ടോ എന്ന് നോക്കിയായിരിക്കും വോട്ട് കുത്തുക. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകും ആർക്കാണ് ഇവിടെ പ്രസക്തി എന്ന്. അൻവറിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അത് അൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കാൻ കഴിയും. അതല്ല M സ്വരാജിനും CPMനുമാണ് അവിടെ പ്രസക്തി, പിണറായി വിജയനാണ് പിന്തുണയെങ്കിൽ അവർ അവിടെ M സ്വരാജിന് വോട്ട് ചെയ്യും. പക്ഷേ ഈ പറയുന്ന ഏറ്റവും സാധ്യതയുള്ളത് ഈ അൻവറിനോ സ്വരാജിനോ ഇല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിക്കോ ആയിരിക്കില്ല, പകരം ഷൗക്കത്തിന് തന്നെ ആയിരിക്കും സ്വാഭാവികമായും സാധ്യത. കാരണം അത് ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ഡലമാണ്, ആര്യാടൻ കുടുംബത്തിൻ്റെ മണ്ണാണ് എന്നുള്ളതാണ്. അവിടെ ഏറ്റവും പ്രസക്തി ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയുള്ളവർക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഷൗക്കത്തടക്കമുള്ള നേതാക്കൾ അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം ഇല്ലെങ്കിൽ ഇടപെടൽ പല ഘട്ടത്തിലും നടത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം ഇതിലുള്ളത്, ഈ നിർണായക സ്വാധീനമൊക്കെ ചെലുത്തിയിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗുണഫലം എന്നുള്ളതിൽ വലിയ സംശയമുണ്ട്. കാരണം ആർക്കും പ്രത്യേകിച്ചൊരു പ്രയോജനവും ഉണ്ടാകാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു പ്രീ ക്വാർട്ടറായിട്ടോ ഇല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഫൈനലായിട്ടോ ഒക്കെ ആൾക്കാർ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിനെ പലരും വിശേഷിപ്പിക്കുന്നു, പല മാധ്യമപ്രവർത്തകരും വിശേഷിപ്പിക്കുന്നു. പക്ഷേ എന്ത് പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റേതായ മണ്ഡലം, സ്വതന്ത്രനായി നിന്ന് അൻവർ ജയിച്ച മണ്ഡലം, CPMന് വലിയ ശക്തിയില്ലാത്ത ഒരു മണ്ഡലം, അവിടെ ഈ ഒരു ചതുഷ്കോണ മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞാലും അതും തെറ്റുണ്ട്. കാരണം BJP അത്ര ശക്തമായ കാൻഡിഡേറ്റിനെ അല്ല അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ കൂടി അൻവറിന് എന്ത് പ്രസക്തി എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഇവിടെ പോരാട്ടം നടക്കുക ആര്യാടൻ ഷൗക്കത്ത് M സ്വരാജും തമ്മിലാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മുൻതൂക്കം ലഭിക്കേണ്ടത് സാമാന്യ യുക്തി പ്രകാരം ആര്യാടൻ ഷൗക്കത്തിനാണ്. പക്ഷേ ഇത് എന്തായി തീരുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.